ഹലോ ഹലോ വാവേ കുഞ്ഞാ ഒന്നും മിണ്ടുവാവേ. സമലേട്ടാ എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ സോറി പറഞ്ഞില്ലേ. എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്താ പിന്നെ എന്തുണ്ടാവെന്ന് അറിയാലോ. പ്ലീസ് കുഞ്ഞാ, ആ ഞായറാഴ്ച തമിഴ് അവിടെ നിന്ന് സീനാക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തെണ്ടി. മമ്മിയൊക്കെ ആകെ സീനാണ്. നമ്മൾ ബ്രേക്കപ്പ് ആയി. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ ബ്ലോക്ക് ചെയ്യാണ്. അയ്യോ ബ്ലോക്കാ. അതെ ബ്ലോക്ക്. ഗുഡ് ബൈ. ചേച്ചിയെ അവനാണ് എത്തില്ലേ? വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. അതിനവൻ അകത്ത് കിടന്ന് മോങ്ങല്ലേ. മോങ്ങ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ തുള്ളാൻ പോയിട്ട് ഇപ്പൊ എന്തായി? ഡ്യൂഡേ 2 ദിവസമായി അവൻ ബൂസ്റ്റ് കുടിച്ചിട്ട്. ബൂസ്റ്റ് ഡാ ഡാ നീ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? ഡാ നിന്നോടാ ചോദിച്ചേ. ഡാ നിന്നോടാ ചോദിക്കണേ. സഹിക്കാൻ പറ്റില്ലടാ. ദേ ഞാൻ ഒരു കാര്യം പറയാം. ആ ജോസഫ് കിടന്ന് വിളിയോട് വിളി കേട്ടോ. ഈ കാര്യം പറഞ്ഞ അങ്ങനെ കുറെ പൈസ ഓടിച്ചാലേ എണീക്കണം. സാധനം ഉണ്ടാകോ? ഇന്നലെ അടിച്ചതിന്റെ ബാക്കി വണ്ടി കിടക്കുന്നുണ്ട്. പോണെങ്കിൽ നമുക്ക് വട്ടവട്ടം റൈഡ് വിത്ത് ഖർദിനാണ്. നന്നായിണ്ട്. ചേച്ചിയെ ചെക്കൻ സെറ്റ് ആയിട്ടോ. ബൂസ്റ്റ് എടുത്തോ. എനിക്ക് കളി എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ച അവള് പണ്ടാറടങ്ങുള്ളൂ. നൈസ്. പണ്ടാറകാലി. ഇതൊരു ഉണ്ടമറ കേസാണ്. ഞാൻ പറഞ്ഞാലോ എൻ്റെ അടുത്ത്. നിനക്കെങ്ങനെ അറിയാം? അതവളെ കണ്ടറിഞ്ഞൂടാ. കൊടുക്കത്തെ ലുക്കും പൂത്ത കാശും. അവളെ ഒപ്പം നടക്കുന്ന ചെക്കനില്ലേ ബെസ്റ്റി മോറൻ. എന്നിട്ട് അവൻ്റെ പേര് ബണ്ണി. ആ പന്നികാരനാണ്. അവന്റെ ഒരു മുടിയും വണ്ടിയും അവനെന്റെ കൈ കിട്ടിയല്ലോ. നീ വെയിറ്റ് ചെയ്. കലിക്കുത്സവല്ലേ തന്നെ കണ്ണ. ആ എനിക്ക് അവൻ ഇടിക്കണടാ. ഉത്സവത്തിന് ആരും കെട്ടിട്ട് ഇടിക്കണടാ. അവനെനിക്ക് കൊല്ലണടാ. ഇടി നിർത്താന്ന് ചില പിള്ളേർ സമ്മതിക്കില്ലല്ലേ. എല്ലാത്തിനും കണ്ണുകേട്ടം തന്നെ വേണം. എന്താ ചെയ്യാ? എന്തേ എന്തേ നീ വളച്ച അവളുടെ വീട്ടിക്ക്. അപ്പൊ ആലുവ കെട്ടിട്ട് ഇടിക്കണ്ടേ? ആലുമ കോപ്പ്. എനിക്ക് അവളെ കാണും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലല്ലോ. വണ്ടി വലിക്കടാ. അതിനവളിപ്പോ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവില്ല. നമ്മൾ 9 കാലം പോന്നേ. വണ്ടി വളക്കടാ. അവളതിനവിടെ ഉണ്ടാവില്ലെന്ന് നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അവളില്ലേലും കുഴപ്പമില്ല. എനിക്ക് അവളുടെ വീടും പറമ്പൊക്കെ ഒന്ന് കണ്ടാ മതിയടാ. അത്രയ്ക്ക് ഇഷ്ടം അവളെ. നീ വളക്കണ വണ്ടി. നീ വെറൊരു പുള്ളി ഷെഡ്ട്ടാ. ശവം. നീ വണ്ടി എടുക്കടാ. വെറുതെ അല്ലട്ടാ നിന്നെ അവള് വാൾപോസ്റ്റാക്കി. എന്നിറങ്ങി പോയ കുരിപ്പ. ജോസേട്ടൻ ഞങ്ങള് രാവിലെ പണി തുടങ്ങിയല്ലോ. ഞങ്ങളൊന്ന് പോക്കി ഇറങ്ങിയാന്ന്. ചായം കുടിക്കാലോ. എത്തിന്ന് വെയിറ്റ് മാൻ.
അമ്മയുണ്ടോ? ഭാഗ്യം. അയ്യോ കുഞ്ഞാ, എന്ത് പറ്റി? ബബ്ലി. അയ്യോ കേറിപ്പൊടി. ഞാൻ മാത്രല്ല, ഞാനെത്തി. വീട്ടിൽ സീനാവോ? എന്തിന്? അല്ല എന്നാലും ഞാനപ്പം തന്നെ മമ്മിയെടുത്ത് പറഞ്ഞു എന്ത്? എനിക്ക് സമലേട്ടന് ഇഷ്ടാന്ന്. അപ്പം മമ്മി പറഞ്ഞു ഇപ്പം പഠിക്കുമല്ലേ, പഠിപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം, ഇല്ലെങ്കിൽ നിന്റെ സമലേട്ടൻ്റെ കാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. എന്ത്? ഓർഡർ കുഞ്ഞൻ ചെയ്താൽ മതി. ഷുവർ. ഒരു ചിക്കൻ സിംഗ ബർഗർ, പിന്നെ ഒരു ചിക്കൻ സലാമി ക്ലബ് സാൻഡ്വിച്ച് വേണം, പിന്നെ ഒരു ചിക്കൻ ടോപ്പ് ഫ്രൈസ് മീഡിയം ലാർജ് എല്ലായിടത്തും, പിന്നെ മൊയ്ത്ത് പറയട്ടെ? ആവാം. അപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ മൊയ്ത്തോ, ഒരു മിൻറ്റ് മൊയ്ത്തോ, പിന്നെ പിന്നെ എന്താ മോനെ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ സെൻഡ് ചെയ്ത് തരണം. അടുത്ത മാസത്തെ പണിക്കാശ് പിടിച്ചോ. ഏത് പണിക്കാശ്? നീ ഇപ്പൊ 2 വർഷത്തെ പണിക്കാശ് അഡ്വാൻസ് മേടിച്ചേക്കാ. ഇതിനൊക്കെ വല്ല കണക്കുണ്ടോ? അങ്ങനെ പറയല്ലേ ജോസേട്ടാ. പിന്നെ എങ്ങനെയാ പറയണ്ട ജോസേട്ടാ? ഞാൻ അവളെയും കൊണ്ട് ഫുഡ് അടിക്കാൻ വന്നിരിക്കുക. ആകെ പെട്ടിരിക്കുക, ഒടുക്കത്തെ കാശായി. ജോസേട്ടൻ അല്ലാതെ എനിക്ക് ആരാളെ ചോദിക്കാൻ? ജോസേട്ടൻ ശരിക്കും അച്ഛനെ പോലെയാ, അതറിയോ? ഇതിപ്പോ എത്ര കാശാവും? എല്ലാം കൂടി ഏകദേശം ഒരു 2500 ആവും. അവള് ഒരാഴ്ചയായിട്ട് പട്ടിണിയായിരുന്നോടാ ജോസേട്ടാ. ശരി ശരി, ഇപ്പൊ ഇടടാ. പെട്ടെന്നേണേ. ഈ പിള്ളേരുടെ ഒരു കാര്യം. 2500 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. പിന്നെ എൻ്റെ കോളേജിൽ ഫ്രണ്ടില്ലേ ബണ്ണി, അവൻ ഡൂക്ക് ഡ്രിഫ്റ്റ് ചെയ്യും, നൈസാ. ബണ്ണി എൻ്റെ അടുത്ത് പറയാ സമലേട്ടൻ R15 എടുക്കുന്ന കാര്യം പറയണത് വെറുതെ തന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. ഇല്ല കുഞ്ഞാ, നമ്മൾ R1 എടുക്കും. എത്ര നാളായി പറയുന്നു ഇപ്പൊ എടുക്കുമെന്ന്? അത് ഈ ബുക്കിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാ. ആരും പറഞ്ഞു? ബുക്കിംഗ് ചെയ്ത് 1 വീക്കിനുള്ളിൽ വണ്ടി എത്തുന്നാണല്ലോ എൻ്റെ അടുത്ത് ബണ്ണി പറഞ്ഞു. എരിവുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം സമലേട്ടാ, എനിക്കിനി ബണ്ണിയുടെ ഫ്രണ്ട്സിന് മുന്നേ നാണംകടാന്നും വയ്യ. നെക്സ്റ്റ് ഫ്രൈഡേ തന്നെ സമലേട്ടൻ എന്നെ നമ്മുടെ പുതിയ R15 കയറ്റി കൊണ്ടുപോകണം. പ്രോമിസ്. അത് വേണം. എന്നെ ഇഷ്ടമാണെങ്കിൽ പ്രോമിസ് ചെയ്യാം, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സത്യം, നമ്മൾ R1 എടുത്തിരിക്കും സത്യമായിട്ട്. എന്നിട്ട് ലുട്ടാപ്പി ഹെൽമെറ്റ് വെച്ച് നമ്മൾ പൊളിക്കും, പോരെ?
സമലേട്ടൻ്റെ ഒരു കാര്യം. ഇനി ഞാൻ പറയാമൻ പ്രണയത്തിന്റെ കഥ. ഏറെ നാളായി എന്റെ ഉള്ളിൽ കൊണ്ട് നടന്നതാ. നാലുപാട് നിന്ന് പുച്ഛമാണതാണ് അവസ്ഥ. എന്റെ ഉള്ളിലാണ് അവളിട്ട സോപ്പിന്റെ പദകഥ തുടങ്ങുന്നതിവിടെ. സുന്ദരിയ എന്റെ പെണ്ണ് നിൽക്കുന്നു അവിടെ. എന്റെ കയ്യിൽ നയ പൈസയില്ല പോക്കും. അവിടെ കൂട്ടുകാരും ഒത്തു ചർച്ച ചെയ്യാനിരുന്നു ഞാൻ മരത്തിന്റെ ചുവടെ. കാര്യമായി പറയാം വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, പൈസയാണ് പണ്ട് തൊട്ട് എന്റെ കയ്യിൽ തീരെയില്ല. കാശുകാരി പെണ്ണ് അവളെ കണ്ടാലോ സ്പാർക്ക്. അവളുടെ കൂടെ ഏത് നേരമുണ്ട് ബെസ്റ്റി മോനെ ഡാർക്ക്. ഉള്ളിലുണ്ട് പ്രണയം പക്ഷെ എന്ത് കാര്യം? ഏയ് കിനാവ് കൊണ്ട് പടുത്ത മോഹം എന്ത് ഭാരം? ഏയ് പരാതി പറയാനാണല്ലുണ്ട് ഏറെ ദൂരം. ഏയ് വിടാതെ പിടിച്ചു നിൽക്കും ഈ ഞാനല്ലേ താരം. കൺമുന്നിൽ വിടരും സ്വപ്നം, പൂവണിയാൻ മോഹം, അതിനെത്താ കൊമ്പിൽ കേറാൻ പോണുണ്ടേ ഭാവം. ഇനി മുന്നും പിന്നും അറിയാതെ പോകാം വേഗം. ഇനി മെല്ലെ മെല്ലെ ഉണരും അനുരാഗത്തിൻ നാണം. സമരാജിന്റെ സ്വപ്നങ്ങൾ ഇനി ഞാൻ പറയാമൻ പ്രണയത്തിന്റെ കഥ. ഏറെ നാളായി എന്റെ ഉള്ളിൽ കൊണ്ട് നടന്നതാ. നാലുപാട് നിന്ന് പുച്ഛമാണതാണ് അവസ്ഥ. എന്റെ ഉള്ളിലാണ് അവളിട്ട സോപ്പിന്റെ പദകഥ തുടങ്ങുന്നതിവിടെ. സുന്ദരിയ എന്റെ പെണ്ണ് നിൽക്കുന്നു അവിടെ. എന്റെ കയ്യിൽ നയ പൈസയില്ല പോക്കും. അവിടെ കൂട്ടുകാരും ഒത്തു ചർച്ച ചെയ്യാനിരുന്നു ഞാൻ മരത്തിന്റെ ചുവടെ. സമലേട്ടാ, എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്. പറയട്ടെ? നമുക്കൊരു താറ് വാങ്ങണം. ടാറല്ല, താറ്, ജീപ്പ്, താർ റോക്സ്. എന്നിട്ട് വേണം നമുക്കൊരു ഓഫ് റൈഡ് ട്രിപ്പൊക്കെ പോവാൻ. വാങ്ങിയില്ലേ? പ്രോമിസ്. ഉള്ള വാടക വീട് വരെ വിൽക്കേണ്ട അവസ്ഥയാണല്ലോ ദൈവമേ. அண்ணாச்சி டேய் எவ்வளோ வாட்டிடா கால் பண்றது? അതാരാ? யார்பிச்ச தமிழ் பலிச்சக்காரன் அண்ணா. ஏன்டா ஆன்சர் பண்ணல? அண்ணாச்சி உங்க அப்பாடா போட்டி. അവളുടെ മുന്നിൽ തന്നെ മാറ്റിക്കും പ്ലീസ് അണ്ണാ. വണ്ടി ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചാ ഞാൻ തരും. പൈസ കിട്ടമാട്ടെ ഇന്നല്ല നാളെ ജീവിതമാണ്. இவன் சரியான ஃப்ராட் செல்லம். இவனெல்லாம் நம்பாத, வேலைக்கு ஆகாது. காசு இல்லாம எதுக்குடா லவ் பண்ற? பரதேசி நாயே, திருட்டு மூஞ்சி. You cheat. ഇത് വേറെ കേസാ ബാവേ. കുഞ്ഞാ കേക്കണ്ട. Break up. കുഞ്ഞാ കുഞ്ഞ അല്ല, അയ്യോ അണ്ണാ കുഞ്ഞാ. കൊണ്ടോടങ്ങാനായിട്ട് ഡ്യൂക്കിലാണ്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. ഒന്ന് പോയടാ. അവള് കൊച്ചരിക്കും അവളുടെ തന്തടിച്ചു പോയി. പിന്നെ ആ പെണ്ണുമ്പളെ താഴ്ത്തു മുകളിലെ വളർത്തിൻ്റെ നകളിപ്പാ. അതവൻ പറഞ്ഞ ശരിയാട്ടാ. ഒരാളാ വഴിക്ക് അടുപ്പിക്കില്ല പെണ്ണുമ്പള. മോനെ, ഞാൻ എന്തുള്ള ചെയ്യാ ജോസേട്ടാ? 10ാം ക്ലാസ്സിൽ യുഎച്ചിൻ്റെ അവിടെ ട്യൂഷന് പോണ സമയം മുതൽ അന്നെ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയതാ.
നല്ല വിഷമം ഉണ്ടാവുന്ന ജോസേട്ടന് അറിയാം. ഈ ഭാഗത്തായിട്ട്. ആ ഭാഗത്ത് മാത്രമല്ല, അത്യാവശ്യം എല്ലാ ഭാഗത്തും നല്ല വേദനയുണ്ട്. ഇത് മാറാനായിട്ട് എൻ്റെ പ്രായത്തിൻ്റെ അനുഭവം വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ എനിക്ക് എൻ്റെ മോനെ പോലെ സമല. ഈ കാലത്തൊരു പെണ്ണ് സെറ്റായിട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ, എനിക്കുണ്ടല്ലോ. അതല്ല വേറെന്തിട്ട്? നീയൊന്നും മിണ്ടാണ്ടിരിക്കടാ. ഇവരുള്ളവർ പറയുന്നതായിട്ട് നന്നാവാൻ സമ്മതിക്കില്ലേ? ജോസേട്ടൻ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാ. എൻ്റെ അമ്മേ, ഈ വിവരമില്ലാത്തവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യടാ ആലവലാതെ. ജോസേട്ടാ, എന്തുട്ടാ 3 കാര്യം? ഒന്ന് പറ. അതിലൊന്നാമത്തെ കാര്യം തൊട്ട് മസ്റ്റാ. കാശുണ്ടെന്ന് വെച്ചാൽ ഏത് കൊമ്പത്തെ പെണ്ണായാലും ഒന്ന് ചായും. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓഫ് ദ പവർ ഓഫ് മണി. നീ എന്നാ അവളെയും കൊണ്ട് ഫുഡ് അടിക്കാൻ പോയിട്ട് എത്ര ആശായി? 2460. ആ ബെസ്റ്റ്. നിന്റെ ഒരു ദിവസത്തെ പണിക്കാശ് എത്രയാ? 750. 700. അമ്പൂല കൂട്ടണ കാര്യം ഞാൻ ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു. കുന്തിൻ്റെ ഇടയിൽ കൂടെ ഒരു തള്ളും. അല്ല, നിങ്ങളപ്പനും മോനല്ലേ, നമ്മളില്ലേ? അതുപോട്ടെ, രണ്ടാമത്തെ കാര്യം എന്താ? അതുണ്ടെങ്കിൽ പൈസ ഒന്നൊരു വിഷയമല്ല. എന്തുട്ട് സാധനം അത്? എഡ്യൂക്കേഷൻ. കേട്ടണ്ട, മിനിമം ഒരു ഡിഗ്രിയോ MBA ഉണ്ടെങ്കിൽ നന്നായി. അത് മസ്റ്റ്. കോപ്പണ് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിന്നെ പോലെ ഇങ്ങനെ ഉറച്ചിട്ട് കിണ്ടി വരും. പഠിച്ച ഒരു ജോലി ഉണ്ടെങ്കിൽ എവിടെ ചെന്ന് കേട്ടാൽ അന്തസ്സായിട്ട് പെണ്ണ് വയ്ക്കാം. മനസ്സിലായ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി 3ാമത്തെ കാര്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് മെയിൻ സാധനം. ദൈവമേ, അതെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. സൗന്ദര്യം. മോനെ നിന്നെ ബോഡി ഷെയിം ചെയ്യുന്നല്ലാട്ടാ. ഇനി അതും പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങും. ചില പ്രേമത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി കാണാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ എന്തില്ല എന്ന് പറഞ്ഞാലും കണ്ണി പൊടിയിട്ടായാലും ഏതെങ്കിലും ഒരെണ്ണത്തിന് ചാടിച്ചുകൊണ്ട് വരും. നിനക്കാത്തൂല്ല. ഇപ്പം നിൻ്റെ ശരിക്കുള്ള അവസ്ഥ നിനക്ക് മനസ്സിലായ? ഇത് അങ്ങോട്ട് അംഗീകരിക്കുക. നല്ല വിഷമം ഉണ്ടാവും. അപ്പോൾ അത് ഈ വെട്ട് ഗ്ലാസും എടുക്കുക, ഒരു നിറപ്പന അങ്ങോട്ട് ഒഴിക്കുക. വെള്ളം ഒഴിക്കരുത്. ഒരൊറ്റ വലിക്കാണ്ട് കയറ്റാ. അങ്ങോട്ട് അടിക്കുക അങ്ങോട്ട്. നിന്നെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ലടത്. കഷ്ടം. വള്ളി ബാലുവാണല്ലോ. ആ പറഞ്ഞു തരുന്നില്ല. അതേ വരുന്ന അടുത്ത വള്ളി. ഹലോ, പറടാ. ആ, അവനോട് ഉണ്ടല്ലോ. അല്ലടാ, അവന്റെ ലാംഗ്വേജിലടാ 2 നിലവിലുള്ള പെടസാനം. അവളവനെ മൂച്ചില്ലേ? അതിനിപ്പോ നിനക്കെന്താ? നിന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നല്ലടാ. അവളോടെ കോളേജിൽ ഒരു കൊടും ഫ്രീക്കനായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കണ്ടേ. കണ്ടപ്പോ ഒരു മനസ്സുകൂടാ. അതാ നിന്നെ വിളിച്ചേ. അപ്പൊ ശരിടാ, ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടാ. എന്തായി, സന്തോഷായില്ലേ? ഇപ്പൊ ഇനി അവന്മാരെ മുഖത്ത് എങ്ങനെ നോക്കാം? നിന്നോട് തന്നെ അന്നേ പറഞ്ഞ പണിയുടെ കിറിമന്തി പൊളിക്കാൻ ആണക്കടായില്ലേ? അതിന് പൈസ നീ കൊടുക്കേണ്ടി വരും. നീ വാ, അല്ലെങ്കിൽ ചലിക്കും. അടിച്ചിട്ട് വാ. കാരണം ചെറിയ പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ, ജാമ്യം എടുക്കേണ്ടി വരും. കിട്ടിയില്ലെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ലടാ. ഓടാ. ഇത് സീൻ ടർബോ ഉള്ളോ? എന്തൊരു ജോസടി സീൻ ടർബോ? സീൻ കോൺട്രാണെങ്കിൽ എന്തൊട്ടെങ്കിലും കാട്ടി ഊരിപ്പോരാം. പക്ഷെ സീൻ ടർബോ അത് പ്രശ്നം. നല്ല ബാൻഡാണല്ലോ. സെയിം കളർ എങ്ങനെ കിട്ടി? ഇത് നിനക്ക് വേണ്ടി മാത്രം പണിതെടുത്ത. ഇരിക്കണ്ടെണ്ണം. നീ ചെല്ല്. ഇടി തുടങ്ങിയവന്റെ ചോറുണ്ടെങ്കിൽ മോങ്ങേണ്ടി വരും. ഇവിടെ ഇരിക്കും. വണ്ടിയാണ് എന്റെ ജീവിതത്തിലാക്കി. നിന്റെ അച്ഛനെ പോയി വിളിക്കടാ.
കുഞ്ഞാ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാണ്ട് പ്ലീസ്. എടോ അവൾക്കൊന്നും സംസാരിക്കില്ല, തന്നോട് പറഞ്ഞല്ലേ. വാ കുഞ്ഞാ, അവന്റെ വീടിന്റെ ആധാരം പണം വെച്ചിട്ടാലും ഇതിൽ നല്ല വണ്ടി ഞാൻ വായിച്ചു തരും. ഡൂക്ക് മതി. വാ കുഞ്ഞാ, വാ കുഞ്ഞാ പ്ലീസ്. കൈ വിട്. എടോ കൈ വിടറോ, താൻ പോടോ. കണ്ടാ വന്നിടിക്കണ എരുവ് പറഞ്ഞേ. കൂൾ കണ്ണാ, എടാ കണ്ണാ ഷോ ഇറക്കണ്ടത് വാടാ. കുഞ്ഞാ കുഞ്ഞാ പ്ലീസ് കുഞ്ഞാ, ഞാനൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. ആറ് വാങ്ങും കുഞ്ഞാ പ്ലീസ്. ഞാൻ വാങ്ങിച്ചു. ഇയാൾക്കൂടെ വലിയ ശല്യായല്ലോ. കഷ്ടത്. ഞാൻ പറഞ്ഞില്ലേ കൈ വിട്. ഇയാൾക്ക് കഷ്ടാണിത്. ഞാൻ പറഞ്ഞില്ലേ ഡൂക്ക് മതിന്ന്. മാറ്റി ഇയാളെ. എത്ര പ്രാവശ്യമായിട്ട് പറഞ്ഞു. സഹിക്കുവാൻ തോന്നുന്നുണ്ട്. അയ്യോ മമ്മി. മമ്മി ഇയാള് കൊറേ ആയി ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നത്. ആൻറ്റി ഞങ്ങളിവിടെ വെറുതെ സംസാരിച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലെ ഇയാൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുവാണ്. ഒരുപാട് നാളായി പറയാൻ തുടങ്ങിയിട്ട്. സിഗരറ്റ് മേടിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. എന്താണ് തൻ്റെ പ്രശ്നം? അവള് താല്പര്യമില്ലാന്ന് പറഞ്ഞതല്ലേ? എത്ര വട്ടം പറഞ്ഞെന്നറിയോ? വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. മോള് പൊക്കോ. ശരി അമ്മ. ഓക്കെ ആൻറ്റി, നൈസ് ടു മീറ്റ് യു. പ്രേമിക്കാൻ നടക്കുന്നു. ഓടാ. എന്താ പേടിത്തൂറി? അതെ, നീ ഓരോ തോന്നലിൻ്റെ ഓർത്ത് എടുത്തേടി ഓരോ ചെയ്യാൻ നിൽക്കണ്ടാ. പെണ്ണുങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലും ചെയ്താൽ പണ്ടത്തോലൊന്നല്ല, അറിയാല. പോലീസ് കൊണ്ട് ഇടിച്ച് തണ്ടല് റബ്ബറും പാലാക്കും. എടാ ഈ സമല് കണ്ട സ്വപ്നം ഒന്നും അങ്ങനെ വെറുതെ ആവില്ലടാ. വെച്ചിട്ട് പോടാ അവിടെ. അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലടാ. ശരിയാ, പണ്ടൊരു ജീരസ് കൊടുക്കേണ്ട സുഹാസായിട്ട് ബെറ്റ് വെച്ചിട്ട് തെങ്ങിൻ്റെ മണ്ടമൊക്കെ ഒരു ഓലമ തൂങ്ങിക്കിടന്ന മുതലാ. തമ്പുരാനറിയാം. എനിക്കില്ലേ ശരിക്കും നിന്നെയായിരുന്നു ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ആ സാമലായിട്ട് വേണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ ബേബി, നമ്മളെന്തായാലും ഇപ്പോൾ ഒന്നായില്ലേ? പിന്നെന്താ? നീ പറ. ഇന്നലെ ഞാനല്ലേ പറഞ്ഞ്. ഇന്ന് നീ പറ. ഹലോ ഹലോ. എടാ എൻ്റെ വീട് കള്ളം കയറുന്നു. കള്ളനോ? എടാ സമലേട്ടൻ. അവനോ? ബേബി അവൻ നിന്നോട് റിവഞ്ച് എടുക്കാൻ വരുന്ന ഷുവർ. എടാ എനിക്ക് വീഡിയോ വന്നു. ഞാൻ എന്താ ചെയ്യാ പറ. നീ ഒരു കാര്യം ചെയ്യ്, ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യ്. തെളിവുണ്ടെ പിന്നെ അവൻ പുറലോകം കാണത്തില്ല. എടാ പൊട്ടാ, കോൾ ചെയ്യുമ്പോ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്.
എങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. 5 വേഗം വാ. മിനിറ്റ്. ബണ്ണി എന്റെ കയ്യിലെന്തോ ഉണ്ട്. എന്ത്? എന്തോ ബോള് പോലെ. അത് ഇലക്ട്രിക് ബോംബ് ആയിരിക്കും, അല്ലെ ആസിഡ് ബോൾ. ഷുവർ. ഞാനിപ്പോ 5 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വരാം. എനിക്ക് പേടിയാവും. നീ വേഗം വാ. പോടാ. എന്റെ പെണ്ണുങ്ങളുടെ കൂടെ തുള്ളാൻ പോയിട്ട് ഇപ്പൊ എന്തായി? എന്റെ പെണ്ണുങ്ങളുടെ കൂടെ തുള്ളാൻ പോയിട്ട് ഇപ്പൊ എന്തായി? തുള്ളാൻ പോയിട്ട് ഇപ്പൊ എന്തായി? നിന്നെ കൊണ്ടൊന്നും പറ്റിയ പണിയല്ലടത്. കഷ്ടം. ചേച്ചിയേ, നിക്ക്. എന്താ? എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എന്താ പ്രശ്നം? ഇനി ഇത് മനസ്സിൽ വെച്ചോണ്ട് കിടക്കാൻ എനിക്ക് വയ്യ. 10ാം ക്ലാസ്സിൽ ദിവ്യേച്ചിൻ്റെ അവിടെ ട്യൂഷന് പോണ സമയം മുതൽ എനിക്ക് എന്നയുടെ അമ്മേനെ ഇഷ്ടാ. എന്ത്? സത്യം പറയണേ. ഓർക്കൂട്ടിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും ചേച്ചി ഇല്ലായിരുന്നു. ഒന്നും മിണ്ടാൻ കുറേ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നയ്ക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. കിട്ടിയ ഗ്യാപ്പിൽ അവൾ എന്നെ നന്നായിട്ട് മുടിപ്പിച്ചു. അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ജോസേട്ടനും ചിറ്റപ്പനും കണ്ണനും ഒക്കെ അറിയുന്ന കാര്യമാണ്. ചൗക്കപ്പെരുന്നാളിനും ചാലക്കുടി അമ്പിനൊക്കെ പുണ്യാളിനെ കാണാനല്ല ഞാൻ വന്നത്, ചേച്ചീനെ കാണാനാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ ലോജിക്കൊന്നും നോക്കിയില്ല. രാവണപ്രഭുവിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ മാർക്കമല്ല മോനെ പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം. ഞാനൊരു ലാലേട്ടൻ ഫാനാ, കട്ട ഫാൻ. Will you marry me? കറങ്ങി നടക്കാൻ എൻ്റെ കയ്യിലില്ല ഡൂക്ക്. എന്നാ മിണ്ടണ്ടെന്നും പറഞ്ഞവൾ ഒരു പോക്ക്. കാര്യം കാണാൻ കൈപിടിച്ചു കൊടുത്തു ഞാൻ വാക്ക്. പോയി വണ്ടി ബുക്ക് ചെയ്തു, കളർ അത് ബ്ലാക്ക്. ഇനി സത്യമാകും സമരാജിന്റെ സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സത്യമാകും സ്വപ്നങ്ങൾ. ജോസേട്ടൻ പണിയൊന്നില്ലേ? ഇല്ലടാ, ചൊറിയും കുത്തിരിക്കടാ. എന്താ നോക്ക്. ഇതിപ്പോ ബാക്കിയുള്ളൊരു തല കൂടെ കളസിട്ടുണ്ടെടുക്കേണ്ട അവസ്ഥയില്ല. നീ കളസ ഷെഡി എന്തെങ്കിലും ഇട്ട് നടക്കടാ. എടാ, അവള് തേച്ചപ്പ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അമ്മേനെ സെറ്റാക്കിയില്ലേ. മിടുക്കനാ. ആശാന്റെ അല്ലേ മോൻ? അത് വേണ്ടടാ. ദേടാ നോക്കിയടാ.
കൊടുക്കാൻ എന്റെ കയ്യിലില്ല ഡ്യൂക്ക്. എന്നാ മിണ്ടണ്ടെന്നും പറഞ്ഞവൾ ഒരു പോക്ക്. കാര്യം കാണാൻ കൈപിടിച്ചു കൊടുത്തു ഞാൻ വാക്ക്. പോയി വണ്ടി ബുക്ക് ചെയ്ത് കളറത് ബ്ലാക്ക്. 10ാം ക്ലാസ് തൊട്ട് കണ്ട മുഖമുള്ളിൽ പതിഞ്ഞു. കാലം പോകും തോറും അത് കേട്ടതങ്ങ് പതഞ്ഞു. നിയമങ്ങളൊന്നും നോക്കാനില്ല കാര്യം പറഞ്ഞു. പ്യോർ ലവിൽ അലിഞ്ഞവർ ദൂരക്കങ്ങ് മറിഞ്ഞു. കുറ്റം പറഞ്ഞവർ എവിടെ? എന്നെ കണ്ട ഭാവം നടിക്കാത്തവരെവിടെ? പല കളികൾ കളിച്ച് തോറ്റുപോയവരെവിടെ? ഇന്ന് പ്രണയം ജയിച്ച കഥ കാണുന്നു ഇവിടെ. തലയിൽ ടെൻഷൻ അടിക്കാൻ ഏറെയുണ്ട് പ്രശ്നങ്ങൾ. പണ്ട് തൊട്ടേ കൂടെയുള്ള ജീവിതത്തിൽ ദുഃഖങ്ങൾ. എങ്കിലും ഞാൻ വഴിക്കാക്കും ശരിയാക്കും കാര്യങ്ങൾ. ഇനി സത്യമാകും സമൽ രാജിന്റെ സ്വപ്നങ്ങൾ.